ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു അടപ്രഥമൻ തയ്യാറാക്കുകയാണ്. ഇത് നമ്മൾ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ നമുക്ക് അട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കവർ അടയാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാം അട. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അട നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളത്തിലിട്ട് കൊടുക്കണം. തണുക്കുമ്പോഴത്തേക്ക് 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഇനി നമുക്കൊന്ന് പാനിയാക്കാം. പാനി തിളച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി നമ്മൾ കഴുകിയിട്ട് ഒഴിച്ചു. സൗകര്യങ്ങളിട്ട് കൊടുക്കാം. ശർക്കര പാനിക്കകത്തോട്ട് തണുത്ത അട നമുക്കൊരു പാത്രത്തിലോട്ട് കോരി. ശർക്കരപ്പാനി ഈ രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അട അതിലോട്ട് വാരിയിട്ട് വേണ്ട തണുത്ത അട നമ്മൾ അതിലോട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഇത് ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഇത് വെന്ത് വരണം. നമ്മളിതിനകത്ത് ഒരു 3 തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാല്, 2ാം പാല്, 3 പാല് അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അവസാനം പിഴിഞ്ഞ പാല് ഒഴിച്ചു കൊടുക്കാം. കിടന്ന് ഇതൊന്ന് വേവും. 2ാം പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണ്ടി നമ്മൾ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതെല്ലാം പറഞ്ഞു കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ അളവെല്ലാം പറയുന്നത്. ചെയ്തിട്ടില്ലാത്തവർ കാണുമല്ലോ. നല്ലോണം പായസം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടുന്ന നെയ്ക്കകത്ത് ബാക്കി സാധനങ്ങളൂടെ നമുക്ക് വറുത്തെടുക്കാം. പായസം കുറുകി വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാതെ ആദ്യത്തെ പാല് ഇനി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചത് അത് ആവശ്യത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്ക് വറുത്ത് പൊടിച്ചത്, ചുക്ക് പൊടി നല്ലോണം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചത്, നല്ലോണം ഇളക്കി കൊടുക്കണം.
അടപ്രഥമൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.